Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലവർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഷർട്ട് എന്തോ വാങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ആദ്യം നമുക്കത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കുറച്ച് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു അളവെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് കിട്ടുന്ന അളവിലെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പെറ്റൽസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ പീസ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ 4 പീസസാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഓരോ പീസിൻ്റെയും അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു പീസിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 4 പീസസും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടുപോകും കേട്ടോ. കാരണം പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. പക്ഷേ ഈ ഒരു സംഭവം പെട്ടെന്ന് അങ്ങനെ ഒട്ടി നിൽക്കില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ 2 അറ്റവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ നമ്മളൊരു 4 പെറ്റൽസാണ് കേട്ടോ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം 4 പീസസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 5 പീസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 പീസ്, പിന്നെ 3 പീസ്. അപ്പോൾ അങ്ങനെ ഒരു 4 പെറ്റൽസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു നൂൽക്കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിലായിട്ട് നമുക്ക് കുറച്ച് കോട്ടൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ത്രെഡ് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള പെറ്റൽസൊക്കെ ഇതിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലായിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 പീസ് വെച്ച് ചെയ്തിട്ടുള്ള പെറ്റലുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് പുറമേ ആയിട്ട് നമുക്ക് 3 പെറ്റൽസ് വെച്ച് ചെയ്തിട്ടുള്ളത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ 4 പെറ്റൽസ്, പിന്നെ 5 പെറ്റൽസ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പെറ്റൽസൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്ലോറൽ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി ഭാഗം വരെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുട്ടി പീസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2 ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു നൂൽക്കമ്പിമേന്നായിട്ട് ഇതുപോലെ 2 പീസസ് കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ലീവ്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും ആ ഒരു ഫ്ലോറൽ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ടൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഫ്ലോറൽ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, അത് വിട്ടു പോകില്ല.
അങ്ങനെ നമ്മുടെ 2 ലീവ്സും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലവറിലായിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ലീവ്സ് കൂടി ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിന് മുകളിലായിട്ട് ഫ്ലോറൽ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്, പിന്നെ നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനെടുത്ത വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.